ജോഷി സാറിൻ്റെ പ്രഭാഷണത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അടുത്ത നമ്മളുടെ പ്രഭാഷണത്തിലുള്ളത്. ആലുവ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി ആഘോഷം നടക്കുന്ന വർഷമാണിത്. ലോകത്തിൽ രണ്ടാമത്തെ സർവമത സമ്മേളനം നടത്തുവാൻ ആലുവ അദ്വൈതാശ്രമം മുന്നോട്ട് വന്നു, ഗുരുദേവൻ മുന്നോട്ട് വന്നു. ആ കാലഘട്ടത്തെ പറ്റിയും സർവമത സമ്മേളനത്തിൻ്റെ വിശദാംശങ്ങളെ പറ്റിയും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ നമുക്ക് ശ്രീ പി രാജൻ അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും വളരെ സുപരിചിതനാണ് അദ്ദേഹം. കഴിഞ്ഞ വർഷവും അദ്ദേഹം വന്നിരുന്നു, ഒരു പ്രഭാഷണം നടത്തിയതാണ്. ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ സെക്രട്ടറിയായ ശ്രീ പി രാജൻ അവർകളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. അഭിനന്ദനായ അധ്യക്ഷൻ ശാഖായോഗം പ്രസിഡന്റ് ശ്രീ എൻ സുഗതൻ അവർ, ആദരണീയനായ സെക്രട്ടറി ശ്രീ കെ എസ് കാർത്തികേയൻ അവർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശാഖയുടെയും സഭയുടെയും വനിതാ സംഘത്തിൻ്റെയും യുവജന വിഭാഗത്തിൻ്റെയൊക്കെ നേതാക്കളെ, ശ്രീനാരായണ കുടുംബത്തിലെ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാ വർഷവും മെയ് മാസം 11, 12, 13 തീയതികളിലായി ജീവിതം വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങളും പരിപാടികളും എല്ലാം ഉൾപ്പെടുത്തി സമ്മേളനങ്ങൾ നടത്തിപ്പോരുകയാണ്. മിക്കവാറും എല്ലാ വർഷവും തന്നെ അതിൽ എന്നെ കൂടെ പങ്കാളിയാക്കാൻ, ഭാഗവാക്കാക്കാൻ ഇതിൻ്റെ ഭാരവാഹികൾ ശ്രമിച്ചു പോകുന്നു എന്നുള്ളത് അങ്ങേയറ്റം നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുന്ന ഒരു സംഗതിയാണ്. ആദ്യമേ എന്നോട് കാണിച്ചിട്ടുള്ള സൗമനസ്യത്തിനും ദയാവായ്പിനും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. നിങ്ങൾക്കറിയാം, ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തിയ സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദിയാണ്. കഴിഞ്ഞ വർഷം ഞാൻ സംസാരിച്ചത് വൈക്കം പോരാട്ടത്തെ, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ചാണ്. ഈ വർഷത്തിൻ്റെ സവിശേഷതയും അറിയാം, ഏറെ പ്രത്യേകതകൾ സമ്മേളിക്കുന്ന ഒരു വർഷമാണ്. ഒന്ന്, സർവമത സമ്മേളനത്തിൻ്റെ ശതാബ്ദി. മറ്റൊന്ന്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ, വൈക്കം പോരാട്ടത്തിൻ്റെ ശതാബ്ദി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. വേറൊന്ന്, വിശ്വമഹാകവിയായ കുമാരനാശാൻ്റെ പരിനിർവാണത്തിൻ്റെ, അവിടുന്ന് പല്ലനയാറ്റിൽ ബോട്ടപകടത്തിൽ മരിച്ചിട്ട് 100 വർഷം തികയാണ്. ആശാൻ അദ്ദേഹം ജനിച്ചിട്ട് 150 വർഷം തികയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മശതോത്തര കനക ജൂബിലിയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ചയിലെ മനോരമ പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും, കഥാപ്രസംഗ കല സമാരംഭിച്ചിട്ട് 100 വർഷം തികയാണ്. കഥാപ്രസംഗ കല അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. സത്യദേവനെ വിളിച്ചിരുത്തി ഈ സാമൂഹ്യ മാറ്റത്തിന്, പരിവർത്തനത്തിന് വേണ്ടി സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കഥകൾ പറഞ്ഞ് അത് അവതരിപ്പിക്കണമെന്ന് പറയുകയും അങ്ങനെ കഥാപ്രസംഗത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അറിയാം അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ സഹകരണ സംഘം ശ്രീനാരായണ ഗുരുദേവനാണ് അതിന് ബീജാപാപം നൽകിയത്. ലോട്ടറി, ഷോഡതി ശ്രീനാരായണ ഗുരുദേവനാണ് സമാരംഭിച്ചത്. ഇവിടുത്തെ തൊഴിലാളി പ്രസ്ഥാനം ശ്രീനാരായണ ഗുരുദേവനാണ് സമാരംഭിച്ചത്. കഥാപ്രസംഗകല, അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ തുടക്കമിട്ടു, ശ്രീനാരായണ ഗുരുദേവൻ ആരംഭിച്ചു എന്നൊക്കെ പറയുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ പരിവർത്തന ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുദേവനുള്ള അതുല്യമായ സ്ഥാനം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ എനിക്ക് മുമ്പ് ഇവിടെ ശ്രീ VR ജോഷി അവതരിപ്പിച്ച വിഷയത്തെ സംബന്ധിച്ച് വളരെ ഗൗരവതരമായ വിഷയമാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. നമ്മളിപ്പോഴും മറ്റു പല കാര്യങ്ങളിൽ അഭിരമിച്ച് നടക്കുക. നമ്മളിത്തരം കാര്യങ്ങളിലേക്ക്
നമ്മുടെ മനസ്സിൽ എന്നെത്താറില്ല, അന്വേഷിക്കാറില്ല, അറിയാറില്ല. നമുക്ക് മുമ്പിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് നമുക്കറിയാറില്ല. ഇവിടെ 10,000 4,800 റാങ്കുള്ള സവർണ കുട്ടി അഡ്മിഷൻ വാങ്ങിക്കുമ്പോൾ 1,500 റാങ്കുള്ള ഈഴവ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാത്ത വിധത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഇവിടെ നിൽക്കുക. അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. ഞാൻ ഇത് ആകെ അരമണിക്കൂറാണുള്ളത്. ഞാൻ ഈ പരിപാടിയെ സംബന്ധിച്ച് അരമണിക്കൂർ, അത് സംഘാടകരുടെ തെറ്റല്ല, നാളെയാണ് അവർ നിശ്ചയിച്ചത്. പക്ഷേ നാളെ ശ്രീനാരായണ സേവാ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കരിയർ ഗൈഡൻസ് ക്ലാസും അതുപോലെ തന്നെ സിവിൽ സർവീസ് പരീക്ഷയിൽ 220 റാങ്ക് വാങ്ങിച്ച ഒരു കുട്ടി, അനഘ കെ വിജയൻ എന്ന് പറഞ്ഞ കുട്ടിയെ, ആ കുട്ടിയെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നാളെ സഹോദര സൗധത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഇന്നത്തേക്ക് ഈ പരിപാടി മാറ്റിയത്. ഞാൻ അടുത്ത പരിപാടി, നമ്മുടെ കലാപരിപാടികളുടെ സമയം നിശ്ചയിച്ച സമയത്തിന് മുമ്പ് തന്നെ ഞാൻ നിർത്തും. നമുക്കറിയാം, ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ലോകത്തെല്ലായിടത്തും മതത്തിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മതത്തിൻ്റെ പേരിലുള്ള സ്പർദ്ധയും വിദ്വേഷവും അതുപോലെ തന്നെ അക്രമവും അരുങ്കൊലയെല്ലാം അനുസ്യൂതം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇസ്രയേലും അതുപോലെ തന്നെ ഹമാസും തമ്മിൽ, പാലസ്തീനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ കാരണം അന്വേഷിച്ച് ചെന്നാൽ മതമല്ലാതെ മറ്റൊന്നുമല്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് മതത്തിൻ്റെ പേരിലാണ്. ഇങ്ങനെ കൊല്ലപ്പെടേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഇന്നിപ്പോൾ വോട്ട് പിടിക്കാൻ ഏറ്റവും കൂടുതൽ ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ്, പല ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഗൗരവപരമായി ചിന്തിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം സമുദായത്തെ, ആളുകളെ, മതവിഭാഗങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടി ഈ ഭൂരിപക്ഷത്തെ പ്രീണിപ്പിച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി നടക്കുന്ന തന്ത്രങ്ങളുമെല്ലാം നാം വളരെ കരുതലോടെ കാണേണ്ടതാണ്. ഈ സാമൂഹ്യമായ സ്ഥിതിവിശേഷത്തെ വിലയിരുത്തുമ്പോഴാണ് ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയത് എന്ത് എന്ന് നമുക്കറിയാം. ഇവിടെ ആദ്യം സെക്രട്ടറി പറഞ്ഞു ലോകത്തിൽ 2ാമത്തെ സർവമത സമ്മേളനം എന്നാണ്. ശരിക്കും ലോകത്തിൽ ആദ്യത്തെ സർവമത സമ്മേളനമാണ്. ചിക്കാഗോയിൽ നടന്നത് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതിൻ്റെ 400ാം വാർഷികം ആഘോഷിച്ചു. 400ാം വാർഷികം ആഘോഷിച്ച് നമുക്കറിയാം 1493 കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചു. 1893 ചിക്കാഗോയിൽ സർവമത സമ്മേളനം നടന്നതും സ്വാമി വിവേകാനന്ദൻ അവിടെ പോയി പ്രസംഗിക്കാനും എല്ലാം ഇടവന്ന സാഹചര്യം അതാണ്. അന്ന് അതൊരു ഗവൺമെൻറ്റാണ് സംഘടിപ്പിച്ചത്. അത് അമേരിക്കൻ ഗവൺമെൻറ്റാണ് സംഘടിപ്പിച്ചത്. പക്ഷേ ഭാരതത്തിലെ, കേരളത്തിലെ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് സംഘടിപ്പിച്ചത് ഒരു യതിവര്യനാണ്, ഒരു ഋഷീശ്വരനാണ്, ശ്രീനാരായണ ഗുരുദേവൻ. അവിടെ എല്ലാ മതങ്ങളുടെയും പ്രതീതികളെ ഗുരുദേവൻ സംഘടിപ്പിക്കുകയാണ്. എല്ലാ മതങ്ങളുടെയും പ്രതീതികളെ വിളിച്ചിരുത്തി താങ്കളുടെ മതങ്ങളെക്കുറിച്ച്, മതത്തിൻ്റെ സത്തയെക്കുറിച്ച് പ്രസംഗിക്കുവാനുള്ള അവസരം അവിടെ ഉണ്ടാക്കിയത്. നമുക്കറിയാം, ഗുരുദേവൻ ഈ മതത്തെക്കുറിച്ച് പറയുമ്പോൾ സി വി കുഞ്ഞിരാമൻ ഗുരുദേവനോട് ചോദിച്ചു, ഈ അവിടുന്ന് പറയുന്ന ഒരു ജാതി മനസ്സിലായി, ഒരു ദൈവം മനസ്സിലായി, പക്ഷെ ഒരു മതം എന്നുള്ളതിനെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ല എന്ന് പറഞ്ഞു. അത് ആ ഒരു നീണ്ട ചർച്ച, ആ സംവാദത്തിൽ ഗുരുദേവൻ ഈ മതത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, സ്വാമി പറയുന്നത് തന്നെ, ഇപ്പോൾ നമ്മളെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കൈവഴികളായി ഒഴുകുന്ന തോടുകളും പുഴകളും എല്ലാം സമുദ്രത്തിൽ ചെന്നാൽ പിന്നെ തിരയുമില്ല, തിരക്കുഴിയില്ല എന്ന്, എല്ലാം ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഉപാധിയാണ് എന്ന് ഗുരു പറയുന്നുണ്ട്. അപ്പം മതങ്ങളെ സംബന്ധിച്ച് നമ്മൾ സ്വാമി കുഞ്ഞിരാമനുമായിട്ടുള്ള സംവാദത്തിൽ പറയുന്നുണ്ട്, ഹിന്ദു മതം എന്നൊരു മതമില്ലല്ലോ എന്ന്. നമ്മളെല്ലാം ഹിന്ദുക്കളാണെന്നാണ് വിവക്ഷിക്കുന്നത്. പക്ഷേ സ്വാമി പറയുന്നു ഹിന്ദു മതം എന്നൊരു മതം ഇല്ല അല്ലോ എന്നാണ്. പിന്നെ ഹിന്ദുക്കൾ ഇന്ത്യ മഹാരാജ്യത്ത്, ഹിന്ദുസ്ഥാനിൽ ഈ ഭൂപ്രദേശത്ത് താമസിക്കുന്നവരെ വിദേശ രാജ്യത്തുള്ളവരെല്ലാം ഹിന്ദുസ്ഥാനികളെന്ന് പറയുന്നതും ഹിന്ദുക്കളെന്ന് പറയുകയും ചെയ്തു. അത് ഈ ഭൂപ്രദേശത്തെ അടിസ്ഥാനപ്പെടുത്തിയ. അങ്ങനെ വന്നാൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ, ഇപ്പോൾ ഗീതയും അതുപോലെ തന്നെ ഗീത വിശ്വസിക്കുന്നവനെ, മഹാഭാരതത്തെ വിശ്വസിക്കുന്നവനെ, രാമായണം വിശ്വസിക്കുന്നവനെ, ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ മാത്രമാണ് ഈ ഭൂമി എന്ന് പറയാൻ കഴിയുമോ? ബൈബിൾ വിശ്വസിക്കുന്നവൻ അവൻ ഈ നാട്ടുകാരനാണ്, അവൻ ഈ ഭാരതത്തിലുള്ളവനാണ്. അപ്പൊ ഈ ഭാരതത്തിലുള്ളവൻ അവരും ഹിന്ദുസ്ഥാനികളാണ്.
മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഹിന്ദുസ്ഥാനികളാണ്. ആ അർത്ഥത്തിലാണ് നാം എടുക്കേണ്ടത്. പക്ഷെ ഇവിടെ ആ അർത്ഥത്തിലല്ല കാര്യങ്ങൾ എടുക്കുന്നത്, ആ അർത്ഥത്തിലല്ല പറയുന്നത്, ആ അർത്ഥത്തിലല്ല പ്രചരിപ്പിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ കഴിയണം. ഇവിടെ നമുക്കറിയാം, മലബാർ കലാപം നടന്നു 1921 മലബാർ കലാപം നടന്നു. ആ കലാപത്തിൽ ദുരവസ്ഥയിൽ കുമാരനാശാൻ മലബാർ കലാപത്തെക്കുറിച്ച് പറയുകയും എഴുതുകയും അതിൽ ചിലർ രോഷാകുലരാകുകയും എതിരഭിപ്രായം പ്രകടിപ്പിക്കുകയും ആശാനോട് അത് തിരുത്തണം എന്ന് പറഞ്ഞപ്പോൾ ആശാൻ പറഞ്ഞു, എല്ലാം ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഉത്തമ ബോധ്യമുള്ള കാര്യങ്ങളാണ് എഴുതിയത് എന്ന് പറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായ അങ്ങ് വസിപ്പൂ മല പോലെ എന്ന് വിശ്വമഹാകവിയായ കുമാരനാശാൻ ഗുരുസ്തുതിയിൽ പാടി പുകഴ്ത്തിയ ശ്രീനാരായണ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ ഈ മതത്തിന്റെ പേരിൽ വേർതിരിവുകളും ചേരുതിരിവുകളും സ്പർദ്ധയും വിദ്വേഷവും അരുങ്കൊലയും സംഘടനവും ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ഉപാധി എന്നുള്ള നിലയിലാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ 1924 സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. ആ സർവമത സമ്മേളനം 1924 3, 4 തീയതികളിലാണ് ആയിട്ടാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. വാസ്തവത്തിൽ ആലോചിച്ചു നോക്കിയേ, നമ്മളൊരു സാധാരണ ഒരു കുരിശും തൊട്ടി ഉണ്ടാക്കി അതിൻ്റെ 100ാം വർഷം ആഘോഷിക്കുകയാണെങ്കിൽ, ശതാബ്ദി ആണെങ്കിൽ, നമ്മുടെ ക്രിസ്തീയ സഹോദരന്മാർ അത് എത്രമാത്രം ഗാംഭീര്യത്തോടുകൂടി എത്രമാത്രം അർത്ഥവത്തായി ആഘോഷിക്കുമായിരുന്നു എന്ന് നാം ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ നമുക്ക് എത്ര പേർക്ക് അതറിയാൻ കഴിഞ്ഞു, എത്ര പേരിലേക്ക് അതിന്റെ സന്ദേശം എത്താൻ കഴിഞ്ഞു, എത്ര പേർക്ക് അതിൽ ഭാഗവാക്കാകാൻ കഴിഞ്ഞു എന്നെല്ലാം ആലോചിക്കുമ്പോൾ ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ വലിയ അപജയത്തിന്റെ പരാജയത്തിന്റെ തുറിച്ചുനോട്ടമാണ് നമുക്ക് മുമ്പിൽ ഉണ്ടാകുന്നത്. കാരണം ഇത്ര ഗാംഭീര്യമായി നടന്ന, ലോകം മുഴുവൻ ശ്രദ്ധിച്ച ആ സർവമത സമ്മേളനം, അതിന്റെ ശതാബ്ദി വീണ്ടും വിധം ആഘോഷിക്കാൻ ഗുരുദേവനോട് ആ അവിടത്തോടുള്ള കൂറ് അത് പ്രകടിപ്പിക്കാൻ പോലും നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ള ദുരവസ്ഥ നമ്മുടെ മുമ്പിൽ നിലകൊള്ളുകയാണ്. നമുക്കറിയാം, അവിടെ കവാടത്തിൽ എഴുതി വെച്ചു, ശ്രീനാരായണ ഗുരുദേവൻ എഴുതിപ്പിച്ചു, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന്. ഇത് വാദിക്കാനും ജയിക്കുവാനല്ല, അറിയാനും അറിയിക്കുവാനുമാണ്. ഇതറിയണം, ഇത് അറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് ആളുകൾ പ്രവർത്തിക്കാൻ കഴിയണം. മതം മനുഷ്യന് വേണ്ടിയിട്ടാണ്, മതത്തിനു വേണ്ടിയല്ല മനുഷ്യൻ. 1 നൂറ്റാണ്ട് മുമ്പ് പൂർത്തിയാകുന്ന സർവമത സമ്മേളനത്തിൽ, ആ സമ്മേളനത്തിൽ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് അവിടുന്ന് ജസ്റ്റിസ് സദാശിവയ്യർ, വളരെ പണ്ഡിതൻ, മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവയ്യർ, അദ്ദേഹത്തെയാണ് അതിന്റെ അധ്യക്ഷനായി പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവൻ തിരഞ്ഞെടുത്തത്. ക്രിസ്തുമതത്തെ കുറിച്ച് പറയാൻ KK കുരുവിളയെ തിരഞ്ഞെടുത്തു. ഹിന്ദുമതത്തെക്കുറിച്ച് മഞ്ചേരി സഹോദരന്മാർ രാമയ്യരും രാമകൃഷ്ണയ്യരും, ഇസ്ലാം മതത്തെ സംബന്ധിച്ച് മുഹമ്മദ് മൗലവിയും, ആര്യസമാജത്തെക്കുറിച്ച് പണ്ഡിറ്റ് ഋഷിറാമും, ബ്രഹ്മസമാജത്തെക്കുറിച്ച് സ്വാമി ശിവപ്രസാദും ഇവരെല്ലാവരും അതാത് മതത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അതിനു മുമ്പായി ഈ സമ്മേളനം തുടങ്ങുന്നതിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് സ്വാമി സത്യവ്രത സ്വാമികളാണ് സ്വാഗത പ്രസംഗം നടത്തിയത്. നീണ്ട സ്വാഗത പ്രസംഗം. എന്താണ് ഈ സർവമത സമ്മേളനത്തിന്റെ ലക്ഷ്യം, എന്താണ് ഉദ്ദേശം, എന്താണ് സ്വാമി ഇതിലൂടെ വിഭാവനം ചെയ്യുന്നതെന്നെല്ലാം അദ്ദേഹം വെളിപ്പെടുത്തിക്കൊണ്ട് ദീർഘമായ പ്രഭാഷണം നടത്തി. നിങ്ങൾക്കറിയാം, സത്യവ്രത സ്വാമികൾ എന്ന് പറയുന്ന അയ്യപ്പൻ പിള്ള ചങ്ങനാശ്ശേരിക്കാരനാണ്. അദ്ദേഹത്തിന്റെ യൗവനകാലം എന്ന് പറയുന്നത് ഈ അധസ്ഥിതരായിട്ടുള്ള ആളുകളെ വഴിയിൽ നടക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം നടന്നു വരുന്നതിനെതിരെ നടന്നു പോയാൽ അദ്ദേഹം മർദ്ദിച്ച് പാടത്ത് ചേറിലെല്ലാം ഇടുന്ന സംഭവങ്ങളാണ് ഉണ്ടായത്. അങ്ങനെ അരോഗദൃഢഗാത്രനായ അദ്ദേഹം ഈ ജാതി ചിന്ത വളരെ വലിയ നിലയിൽ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ രാജ്യത്ത് അവർണരെ ഒരു ദാക്ഷിണ്യമില്ലാതെ, ദയയില്ലാതെ ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ഒരാള്. അദ്ദേഹത്തിന് തോന്നി, ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന പുകൾപെറ്റ ഒരു വ്യക്തി,
അദ്ദേഹത്തെ ഒന്ന് കാണണമല്ലോ, ഇത്ര വലിയ പ്രമാണിയാണെങ്കിൽ ഒന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചാണ് ആലുവ ശിവരാത്രിയുടെ ഒരു ദിവസം ആലുവായിൽ സന്നിധി കൊള്ളുന്ന ശ്രീനാരായണ ഗുരുദേവനെ കാണാനായി ആലുവ ആശ്രമത്തിൽ വരുന്നത്. അദ്ദേഹം ദൂരെ നിന്ന് മാറി നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഗുരുദേവൻ അവിടെ ചാരുകസേരയിൽ ആസനസ്ഥനായി അവിടെ സന്നിധി കൊള്ളുന്നു. ഇത് സത്യവ്രതൻ അയ്യപ്പൻപിള്ള ദൂരെ നിന്ന് നോക്കിക്കാണുന്നു. ഗുരുദേവന്റെ പാദപത്മങ്ങളിൽ നമസ്കരിച്ച് കടന്നു പോകുന്ന നൂറുകണക്കിന് ആളുകൾ, അവിടുത്തെ തിരുമുമ്പിൽ ചെന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്ന ആളുകൾ, അവിടെ സങ്കടം പറഞ്ഞ് കണ്ണീരൊഴുക്കുന്ന ആളുകൾ, ഇതെല്ലാം കണ്ട് സത്യവ്രത സ്വാമികൾ അത്ഭുതം കൂറി. ആളുകളെല്ലാം പോയിട്ട് സത്യവ്രത സ്വാമികൾ അവിടെ തന്നെ നിന്ന് ഏതോ ഒരു കാന്തിക വലയത്തിന് താൻ പെട്ടുപോയതുപോലെ അദ്ദേഹം അവിടെ തന്നെ നിന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചുപോയി ചങ്ങനാശ്ശേരി പോയി തിരിച്ച് ശ്രീനാരായണ ഗുരുദേവന്റെ സവിധത്തിൽ വന്ന് അവിടുത്തെ ശിഷ്യനായി അടിയനെ സ്വീകരിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ സത്യവ്രത സ്വാമികൾ ഗുരുദേവന്റെ ശിഷ്യനായി. സത്യവ്രത സ്വാമികളെ കുറിച്ച് ഗുരുദേവൻ പറഞ്ഞ സത്യവ്രത സ്വാമികൾ, കുമാരനാശാൻ മരിച്ചു, ഓരോരുത്തരും ടി കെ മാധവൻ ചെറുപ്രായത്തിൽ 45-ആം വയസ്സിൽ മരിച്ചു, സത്യവ്രത സ്വാമി കുമാരനാശാൻ നേരത്തെ മരിച്ചു. പക്ഷെ പല സംഭവങ്ങളും ഗുരുദേവനെ പിടിച്ചുലച്ചില്ല. എല്ലാം നേരത്തെ അറിയാം, ബോട്ട് അപകടം ഉണ്ടാകുമ്പോൾ റെഡിമർ ബോട്ടിന് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് കുമാരനാശാൻ ഗുരുദേവന്റെ സവിധത്തിലെത്തി യാത്ര പറയാൻ ചെല്ലുന്ന സന്ദർഭത്തിൽ ഗുരുദേവൻ ധ്യാനനിരതനായിരിക്കുകയാണ്. അപ്പോൾ കുറെ കാത്തുനിന്ന് അതിനുശേഷം അവിടെ കണ്ട സന്യാസിമാരോട് പറഞ്ഞു, നാം സ്വാമിയോട് യാത്ര പറയാൻ നിന്നതാണ്, പക്ഷേ ബോട്ടിന്റെ സമയം എടുക്കുന്നു, അതുകൊണ്ട് നാം പോയി എന്ന് സ്വാമിയോട് പറയണം എന്നാണ്. കുമാരനാശാൻ നടന്നു പോകുന്നു താഴെ. ഇന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ശിവഗിരിക്കുന്നിന്റെ താഴെ നമ്മളിങ്ങോട്ട് കയറി ചെല്ലുന്നിടത്ത് ആൽമരം നിൽക്കുന്നിടത്ത് ആശാൻ എത്തിയപ്പോൾ തൃപാദങ്ങൾ വന്ന് പർണശാലയുടെ കവാടത്തിൽ വാതുക്കൽ നിന്നുകൊണ്ട് നോക്കി നിൽക്കുക. അപ്പോഴാണ് സന്യാസിമാര് പോയിട്ട് പറയുന്നത്, ആശാൻ യാത്ര പറയാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു, പക്ഷേ അവിടുന്ന് ധ്യാനത്തിലായതുകൊണ്ട് ആശാൻ പോയി. സ്വാമി പറഞ്ഞു, കുമാരു പോയി എന്നാണ്. കുമാരു പോയി. അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സന്യാസിമാരോട് പറഞ്ഞു, എഴുന്നേൽക്കൂ, വിളക്ക് കത്തിക്കൂ, എല്ലാവരും വിളക്ക് കത്തിക്കും. ആരും കഥയറിഞ്ഞില്ല, പൊരുളറിഞ്ഞില്ല, എന്താ കാര്യമെന്ന് അവർക്ക് മനസ്സിലായില്ല. അവസാനം പറഞ്ഞു, ദൈവദശകം ചൊല്ലാൻ പറഞ്ഞു. ദൈവദശകം ചൊല്ലാൻ. ഈ സന്ദർഭത്തിലാണ് പല്ലനയാറ്റിൽ റീമർ ബോട്ട് മുങ്ങി കുമാരനാശാൻ മരണത്തോട് മല്ലടിക്കുന്ന സന്ദർഭമാണ്. അപ്പോൾ ഓരോ സന്ദർഭം എടുത്താലും നമുക്കറിയാം സ്വാമിക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടല്ല, പക്ഷെ സത്യവ്രത സ്വാമി മരിച്ചപ്പോഴാണ് സ്വാമിയെ വല്ലാതെ പിടിച്ചുലക്കുകയുണ്ടായി. അന്ന് ഗുരുദേവൻ പറഞ്ഞു, സത്യവ്രതനായി തന്നെ മരിച്ചു. സത്യവ്രതന് നമ്മോളം പോലും ജാതി ചിന്തയുണ്ടായിരുന്നില്ല എന്ന്. എന്നാലോചിച്ചു നോക്കി, ഗുരുദേവന്റെ മായിക വലയത്തിൽ, കാന്തിക വലയത്തിനകത്ത് ജാതിപ്പിശാചിനെ പരിരംഭണത്തിൽ വളർന്നു വന്ന അയ്യപ്പൻപിള്ള ഗുരുദേവനുമായി അവിടുത്തെ ശിഷ്യത്വം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ജാതി ചിന്തയുടെ കണിക പോലും ഇല്ലാതെ പോയി. നമ്മോളം പോലും ജാതി ചിന്ത സത്യവ്രതൻ ഉണ്ടായിരുന്നില്ല എന്ന് ഗുരുദേവൻ പറയുന്നത്. അതുപോലെ തന്നെ SNDP യോഗത്തിന്റെ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അന്ന് മൈക്ക് ഉപയോഗിക്കാറില്ല. അന്ന് മൈക്ക് സർവ്വസാധാരണമല്ല. പക്ഷേ അന്ന് ഇടിനാദം പോലെ ഉച്ചത്തിൽ പറയുന്നത്, വിളിച്ചു പറയുന്നത്, ഈ പ്രസംഗത്തിൽ പ്രസംഗിക്കുന്ന ആരാണേലും അത് ഏറ്റ് ഉച്ചത്തിൽ പറഞ്ഞ് നൂറുകണക്കിന് ആളുകളെ കേൾപ്പിക്കുന്നത് അന്ന് സത്യവ്രത സ്വാമികളാണ്. സത്യവ്രത സ്വാമികളെ അന്ന് പറയുന്നത് SNDP യോഗത്തിന്റെ മൈക്ക് എന്നാണ്. ഒന്ന് ആലോചിച്ചേ, ഗുരു ആര്? സത്യവ്രതൻ. തനി നായരായ ആഢ്യ നായർ കുടുംബത്തിൽ ജനിച്ച അയ്യപ്പൻപിള്ള ഗുരുവിന്റെ കാന്തിക വലയത്തിൽപ്പെട്ട് ഗുരുവിന്റെ സന്ദേശം സാംശീകരിച്ചെടുത്തുകൊണ്ട് അവിടുത്തെ ജാതിരഹിത മതഭേദരഹിതമായ സന്ദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പരിവർത്തനപ്പെട്ടത് എത്രമാത്രം സംശുദ്ധമായ ജീവിതത്തെ ഇവിടെ നമുക്ക് അദ്ദേഹം കാണിച്ചു തന്നു എന്നോർക്കണം. ആ സത്യം ഞാനിത് പറഞ്ഞു വന്നത്, സത്യവ്രത സ്വാമിയാണ് സ്വാഗതം പറയാൻ ശ്രീനാരായണ ഗുരുദേവനെ ഏൽപ്പിച്ചത്. സ്വാഗത പ്രസംഗം തയ്യാറാകുന്നതിന് മുമ്പ് CV കുഞ്ഞിരാമൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ബോധാനന്ദ സ്വാമിയുമായി ചർച്ച ചെയ്തു, സഹോദരൻ അയ്യപ്പനുമായി ചർച്ച ചെയ്തു, മിതവാദി കൃഷ്ണൻ വക്കീലുമായിട്ട് ചർച്ച ചെയ്തു. അങ്ങനെയെല്ലാം ചർച്ച ചെയ്തതിന് ശേഷമാണ് സ്വാഗത പ്രസംഗം. നമ്മൾ കഴിഞ്ഞ
സഹോദരൻ മാസികയിൽ അത് പ്രിന്റ് ചെയ്തു. ആ സ്വാഗത പ്രസംഗം 17 പേജുണ്ട്. സ്വാഗത പ്രസംഗം പ്രിന്റ് ചെയ്തു. സ്വാഗത പ്രസംഗം പ്രിന്റ് ചെയ്തപ്പോൾ ഇത്രമാത്രം സഹോദരൻ മാസികയ്ക്ക് ജനശ്രദ്ധ ആകർഷിച്ച വേറെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നില്ല. കാരണം ആളുകൾ വിളിച്ച് അത് പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നമ്മളത് ശ്രീനാരായണ സേവാസംഘം സഹോദരൻ മാസികയിൽ സത്യവ്രത സ്വാമികളുടെ സ്വാഗത പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തതിന് ശേഷമാണ് പൂജനീയനായ സച്ചിദാനന്ദ സ്വാമി ശിവഗിരി മഠത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് അത് എന്റെ കമ്പ്യൂട്ടർ പ്രിന്റ് അയച്ചു തരണമെന്ന് പറഞ്ഞ് നമ്മൾ അയച്ചു കൊടുക്കുകയും ശിവഗിരി മാസികയിൽ വീണ്ടും അടിക്കുകയും ചെയ്തു. അപ്പൊ എന്താന്ന് വെച്ചാൽ വീണ്ടും അച്ചടിച്ചത്. അപ്പൊ എന്താന്ന് വെച്ചാൽ കേരളീയ സമൂഹത്തിൽ സത്യവ്രത സ്വാമിയുടെ സ്വാഗത പ്രസംഗം വായിക്കുമ്പോഴും അറിയുമ്പോഴും പുതിയൊരു ഉണർവ്, ഗുരുവിന്റെ ക്രാന്തദർശിത്വം, ഗുരു മതത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സങ്കല്പം, കാഴ്ചപ്പാട് എന്തായിരുന്നുവെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ പറഞ്ഞു, അവിടെ ഗുരുദേവൻ സന്നിധി കൊണ്ടു, അവിടെ നിന്ന് ദീപം കൊളുത്തി, ഉദ്ഘാടനം എന്നുള്ള ചടങ്ങല്ല, ദീപം കൊളുത്തി. അതിനുശേഷം പരിപാടി നടന്നു, സ്വാഗത പ്രസംഗം നടത്തി, ഓരോരുത്തരുടെ മതത്തെക്കുറിച്ച് പ്രസംഗിച്ചു. ഇത് സദാശിവ ഇറയ്യര് അധ്യക്ഷത വഹിച്ചു. എല്ലാം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ തൃപ്പാദങ്ങൾ വേദിയിലേക്ക് വന്നുകൊണ്ട് മൈക്കിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ നടന്ന പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നാണ് ചോദിച്ചത്. ഇവിടെ നടന്ന പ്രസംഗങ്ങളിൽ നിന്നും എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണെന്ന് ബോധ്യപ്പെടുകയാൽ നാം ശിവഗിരിയിൽ സ്ഥാപിക്കാൻ പോകുന്ന മഹാപാഠശാലയിൽ എല്ലാ മതങ്ങളെയും കുറിച്ച് പഠിപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തും എന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതെന്താ, ഇവിടെ നടന്ന പ്രസംഗങ്ങളിൽ നിന്ന് എല്ലാ പ്രസംഗങ്ങളും ആന്താംഗങ്ങളുടെ മതത്തെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചെങ്കിലും എല്ലാ മതവും വിഭാവനം ചെയ്യുന്നത് മനുഷ്യന്റെ നന്മയാണ്, മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. അപ്പോ മതത്തിന്റെ കുറ്റം കൊണ്ടല്ല ഇവിടെ കലഹിക്കുന്നത്, മതത്തിന്റെ കുറ്റം കൊണ്ടാണ്. ഇപ്പൊ മണിപ്പൂരിൽ കലാപം ഉണ്ടായി, മതത്തിന്റെ പേരിൽ കലഹിക്കുക. ചിലര് പ്രോത്സാഹിപ്പിക്കുന്നു, ചിലരങ്ങോടൊന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും സമനസ്സിൻ, അവിടെ മരിച്ചു വീഴുന്ന ആളുകൾക്ക് ഒരു സാന്ത്വനം കൊടുക്കാൻ, സമാശ്വാസം കൊടുക്കാൻ പോലും തയ്യാറാകാത്ത ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ സ്ഥിതി അറിയാം. ഇന്ത്യയിലെ പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ പാകിസ്ഥാനിലൊക്കെ പുറത്തേക്കിലാണ് നമ്മളുള്ളത്. നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ വരെ ഉണ്ടെന്നുള്ളത് നമ്മൾ ഊറ്റം കൊള്ളുന്ന 5ാമത്തെ ശക്തിയാകാൻ പോകുന്നു, 3ാമത്തെ സാമ്പത്തിക ശക്തിയായി വേഗം ആയിത്തീരുമെന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുമ്പോഴും പറയുകയാണ് പാകിസ്ഥാനും ബംഗ്ലാദേശിനുമുള്ള സാമൂഹ്യ സ്വാതന്ത്ര്യം പോലും, പത്രസ്വാതന്ത്ര്യം പോലും ഭാരതത്തിലില്ല എന്ന്. ഇവിടെ ഇന്ന് നമുക്കറിയാം, ഭരിക്കുന്നവർക്കെതിരെ ഉച്ചത്തിലൊരു വർത്തമാനം പറഞ്ഞാൽ അവൻ പിന്നെ ജയിലറയിലേക്ക് പോകുന്ന പരിതസ്ഥിതി നിലനിൽക്കുന്നു രാജ്യത്ത് എന്നുള്ളത് ഇതൊന്നും ആശ്വാസമല്ല. ഇവിടെയൊക്കെയാണ് ശ്രീനാരായണ ഗുരു ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിച്ചപ്പോൾ ഏറ്റവും വലിയ സംഘടനയാണ് ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഘടനയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സങ്കല്പം എല്ലാ മഠങ്ങളിലും ഒരു സന്യാസിയെ മഠാധിപതിയാക്കിയാൽ ആ മഠാധിപതി സമാധിയാകുന്നത് വരെ, അത് 100 വയസ്സ് ജീവിച്ചാലും 105 വയസ്സ് ജീവിച്ചാലും സമാധിയാകുന്നത് വരെ മഠാധിപതി അദ്ദേഹം തന്നെയായിരിക്കും. ശ്രീനാരായണ ഗുരു എന്താ ചെയ്തത്? ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ചെയ്തത് എന്താണ്? ശ്രീനാരായണ ഗുരു ബോധാനന്ദ സ്വാമിയെ അഭിഷേകം ചെയ്തു. അതിനുശേഷം പറഞ്ഞത്, നമ്മുടെ കാലശേഷം ബോധാനന്ദന്റെ കാലശേഷം ഭൂരിപക്ഷം സന്യാസിമാർ തിരഞ്ഞെടുക്കുന്ന സന്യാസിമാരും ഭരിക്കുമെന്നാണ്. ഏതെങ്കിലും മഠത്തിൽ നടക്കോ ഇത്? ഏതെങ്കിലും മഠത്തിൽ നടക്കോ? ശ്രീനാരായണ ഗുരുവിന് മാത്രമല്ലേ ഇങ്ങനെയൊക്കെ സങ്കല്പിക്കാൻ കഴിയും? ഭൂരിപക്ഷം സന്യാസിമാർ തിരഞ്ഞെടുക്കുന്ന സന്യാസിമാർ ഭരിക്കും. എന്നിട്ട് പറഞ്ഞു, ആ സന്യാസിമാര് ധർമ്മത്തിൽ നിന്ന് അതിലാരെങ്കിലും വ്യതിചലിച്ചു പോയാൽ ശേഷം സന്യാസിമാർ തിരഞ്ഞെടുക്കുന്നവർ ഭരിക്കും എന്നാ പറഞ്ഞത്. ഇത്രയും ഉദാത്തമായ സങ്കല്പം, ഇത്രമായ വിശുദ്ധമായ കാഴ്ചപ്പാട് നമ്മുടെ ശ്രീനാരായണ ഗുരുദേവനല്ലാതെ ആർക്ക് വെച്ച് പുലർത്താൻ കഴിയും? ഞാനിത് ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നീട്ടി പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയം എന്ന് പറയുന്നത് സർവമത സമ്മേളനം എന്നുള്ള ഈ സബ്ജക്റ്റ് മണിക്കൂറുകൾ നമ്മൾ സംവദിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. ഇന്ന് ഏറ്റവും കാലികമായ പ്രസക്തിയാണ്. ലോകത്തെവിടെയാണേലും മതത്തിന്റെ പേരിലാണ് ഇന്നും കലാപം നടക്കുന്നത്.
ഇന്ത്യയില് ഭരണം ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്നത് മതത്തെയാണ്. ഇപ്പൊ പറഞ്ഞില്ലേ, കെട്ടുതാലിയുടെ കാര്യം പറഞ്ഞല്ലോ. മുസ്ലിങ്ങള് ഇന്ത്യയിലെ 10-17% മുസ്ലിങ്ങൾ അവരൊന്നും പുറത്തുനിന്ന് വന്നവരല്ല, ഇന്ത്യ മഹാരാജ്യത്ത് ജനിച്ചു വളർന്നവരാണ്. എന്തേ അവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ലേ? ഇവിടെ ജീവിക്കാൻ അവകാശമില്ലേ അവർക്ക്? അവരെ വകഞ്ഞു മാറ്റി നിർത്തിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് അവരെ ഒഴിവാക്കുന്ന സ്ഥിതി. ഇപ്പൊ നമ്മളിലേക്ക് സ്പർദ്ധയും വിദ്വേഷം, ചിലര് നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ കാണാൻ കഴിയും. നമ്മുടെ ശ്രീനാരായണ ധർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകൾ പോലും മുസ്ലിം സഹോദരന്മാരെയൊക്കെ വല്ലാതെ ആക്ഷേപിക്കുന്ന വിധത്തിൽ പോസ്റ്റ് ഇടുന്നതാണ്. കേരളത്തിൽ 20 പേര് MLA-മാരുണ്ട് മുസ്ലിങ്ങൾക്ക്. അവരുള്ളത് കൊണ്ടാണ് സംവരണം നിലനിൽക്കുന്നത്. അവരുള്ളത് കൊണ്ടാണ് സംവരണം നിലനിൽക്കുന്നത്. ജോഷി പറഞ്ഞല്ലോ, ജോഷി ഇവിടെ പറഞ്ഞു 95.98% ഉദ്യോഗങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡില് സവർണർക്ക്, നമുക്കൊന്നുമല്ല, ഈഴവനൊന്നും താഴേക്കുള്ളവരല്ല, സവർണർക്ക് ഉണ്ടായിരുന്നിടത്ത് അവിടെ 10% സവർണ സംവരണം കൂടി മുന്നോക്കക്കാർക്ക് ഏർപ്പെടുത്തി കൊടുത്തു. ഇന്നത്തെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റ് എന്തൊരു അനീതിയാണെന്ന് ആലോചിച്ച് 95.98% മുന്നോക്കക്കാർക്കുള്ളിടത്ത് ഒരു 10% സാമ്പത്തിക സംവരണം കൂടി ഏർപ്പെടുത്തി കൊടുത്തു. ഏർപ്പെടുത്തി കൊടുത്തിട്ട് ആരെങ്കിലും ചോദിക്കാനുണ്ടായോ? ആരും ചോദിക്കാനുണ്ടായില്ല. ഇന്ത്യ മഹാരാജ്യത്ത് 10% സംവരണം സവർണർക്ക് ഏർപ്പെടുത്തി കൊടുത്തു. ആരെങ്കിലും ചോദിക്കാനുണ്ടോ? 2-3 പേരാണ് ചോദിച്ചത്. പാർലമെന്റില് 3 പേരാണ് എതിരായി വോട്ട് ചെയ്തത്. 2 പേർ മുസ്ലിം ലീഗിന്റെ MLA-മാരും 1 OIC-യുടെ MP-യും 3 പേരാണ് ചെയ്തത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ മുസ്ലിം വിരോധം വെച്ച് പുലർത്തിയാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഈ രാജ്യത്ത് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ എന്ന് പറയാൻ നമ്മോടൊപ്പം നിൽക്കുന്നവർ അവരാണ്. ഇവിടെ നമുക്കറിയാം, ഇപ്പോ ഞാൻ ആ വിഷയത്തിലേക്ക് പോയാൽ പിന്നെ പോകും. ജാതി സെൻസസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോ ഇപ്പൊ രാഹുൽ ഗാന്ധി പറഞ്ഞു ജാതി സെൻസസ് നടപ്പാക്കണം. അദ്ദേഹം പറഞ്ഞു സംവരണം ജനസംഖ്യാനുപാതികം കൊടുക്കും. ഇത് നമ്മൾ തന്നെയാണ് പറഞ്ഞ പ്രാതിനിധ്യം. ഇവിടെ നമ്മൾ 935 പറഞ്ഞ് ജനസംഖ്യാനുപാതികമായി പ്രാതിനിധ്യം വേണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് അതൊന്ന് ഏറ്റുപറയാൻ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ട് ഏറ്റുപറയാൻ കേരളത്തിൽ ആളില്ല, ഇന്ത്യയുടെ ആളില്ല. അദ്ദേഹത്തെ സഹായിക്കാൻ അദ്ദേഹത്തിന്റെ സഹോദരിയുള്ളത്. അപ്പൊ ഈ അപകടമൊക്കെ നാം മനസ്സിലാക്കണം. നമ്മൾ മുസ്ലിങ്ങൾക്കെതിരെ സംസാരിപ്പിക്കുന്നു, മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്നു, അവരെ തെമ്മാടിക്കുഴി തീർത്ത് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികൾ ഒരു കാരണവശാലും അതിന് വശംവദരായി പോകാൻ പാടില്ല. കരുണാവാൻ നബി മുത്തുരത്നമോ, മുഹമ്മദ് നബിയെ കുറിച്ച് ഗുരുദേവൻ പറഞ്ഞത്, യേശുവിനെ കുറിച്ച് പരമേശ പവിത്രനോ എന്ന് ചോദിച്ചപ്പോൾ കരുണാവാൻ നബി മുത്തുരത്നമോ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ഈ എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം മനുഷ്യൻ നന്നാകുക, മനുഷ്യന്റെ അവനെ ആത്മീയവും ഭൗതികമായ ഉത്കർഷമുണ്ടാക്കുക. പിന്നെയാണ് ചിലര് ഇതിന് ശേഷം കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ചൊക്കെ പലരും കാണുന്നു, പറയുന്നു എന്നൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും മതത്തിന്റെ പേരിൽ കലഹിക്കാൻ പാടില്ല എന്ന് ഈ ലോകത്തോട് ഉച്ചൈസ്തരം ശ്രീനാരായണ ഗുരു ഉപദേശിച്ചു. അതിന് അവിടുന്ന് നിരവധി ഉദാഹരണങ്ങൾ അദ്ദേഹം പറഞ്ഞു, അത് കർമ്മപദത്തിൽ എത്തിച്ചു. ഇപ്പൊ സഹോദരനയ്യപ്പൻ പറഞ്ഞു ഗുരുദേവൻ അത്ഭുതം കാണിച്ചത് രോഗം മാറ്റിയതൊന്നുമല്ല, അതൊന്നുമല്ല അത്ഭുതം. ഭാഗീരഥയെ, ചലനശേഷി നശിച്ച ഭാഗീരഥയെ എഴുന്നേപ്പിച്ച് നടത്തിയതല്ല, കുരുടന് കാഴ്ച കൊടുത്തെങ്കിൽ അതല്ല. ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് അവിടുത്തെ ജീവിതമാണ്. അത്യന്ത വിശുദ്ധമായ ജീവിതം. ഒരു 72 സംവത്സരക്കാലം ജീവിച്ചിട്ട് അവിടുത്തെ യശോധാവള്ളത്തിൽ ഒരു കറുത്ത പാടുപോലും വീഴാതെ അത്യന്ത വിശുദ്ധമായ ജീവിതം നയിച്ച മഹാഗുരു ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതമാണ് അത്ഭുതം എന്ന്. ഇപ്പൊ ശ്രീനാരായണ ഗുരു ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്നത് കേരളത്തിലും ഭാരതത്തിലും അല്ല, വിദേശങ്ങളിലാണ്. കാരണം ശ്രീനാരായണ ഗുരുവിനെ അന്വേഷിക്കുന്നു, അവര് ശ്രീനാരായണ ഗുരുവിനെ കണ്ടെത്തുന്നു. നമ്മൾ അന്വേഷിക്കുന്നില്ല, നമ്മൾ അറിയുന്നു, പറയുന്നു. പലരും പറയുന്നതനുസരിച്ച് നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ ധാരണ വെച്ച് പുലർത്തണം. അപ്പോ ശ്രീനാരായണ ഗുരു ആര് എന്നൊക്കെ ഉള്ള അന്വേഷണത്തിൽ ഈ സർവസമ്മത സമ്മേളനം ഒരു നാഴികക്കല്ല. ശ്രീനാരായണ ഗുരുദേവൻ നടത്തിയ 1924 മാർച്ച് 3-4 തീയതികളിൽ
ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് നടത്തിയ സർവമത സംഘം, വാസ്തവത്തിൽ കേരളത്തിലല്ല ഭാരതത്തിൽ തന്നെ ഈ സർവമത, ലോകത്ത് ശിവഗിരി മഠം നടത്തുന്നുണ്ട്. ഇപ്പൊ ബഹ്റിനിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമെല്ലാം സർവമത സമ്മേളനത്തിന്റെ പേരിൽ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് ശ്രീനാരായണ പ്രസ്ഥാനങ്ങൾക്കെല്ലാം അർഹിക്കുന്ന വിധത്തിൽ ഗുരുദേവന്റെ മഹിമാതിരേകം ലോകത്തിന് വെളിപ്പെടുത്തുന്ന വിധത്തിൽ നമുക്കത് നടത്തുവാൻ കഴിഞ്ഞുവോ എന്ന് ചോദിച്ചാൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും നമുക്കറിയാം, ഇപ്പൊ ഈ അടുത്ത ദിവസം സർക്കാർ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി കേരള സർക്കാർ ആഘോഷിക്കാൻ പോയതാണ്. അതിന് പരിപാടിയിട്ട് 9 ജില്ലകളിൽ സമ്മേളനം സംഘടിപ്പിക്കാൻ, കാരണം സർക്കാരിന് അതുകൊണ്ട് ഗുണമുള്ളത് കൊണ്ടാണ്. കാരണം ഈ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി സർക്കാർ ആഘോഷിക്കുന്നത്, നമ്മൾ ആഘോഷിക്കുന്നില്ല, സർക്കാർ ആഘോഷിക്കാൻ തീരുമാനിച്ചു. 9 ജില്ലകളിൽ നടത്താൻ തീരുമാനിച്ച് ആലുവായിൽ ദിവസമൊക്കെ നിശ്ചയിച്ചപ്പോഴത്തേക്കാണ് ഇലക്ഷൻ വന്നത്. അപ്പോൾ എന്തായാലും ഇത് ആഘോഷിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് പ്രചരിപ്പിക്കേണ്ടത് വളരെ ആവശ്യമായ ഒരു സന്ദർഭമാണ്. ഗുരുദേവൻ എന്താ പറഞ്ഞ, എല്ലാ മതങ്ങളുടെയും പരമോദ്ദേശം ഒന്നാണെന്നും ഭിന്ന മതാനുയായികൾ തമ്മിൽ കലഹിച്ചിട്ട് ആവശ്യമില്ലെന്നും ഈ മതമഹാസമ്മേളനത്തിൽ നടന്ന പ്രസംഗങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നതിനാൽ നാം ശിവഗിരിയിൽ സ്ഥാപിക്കാൻ വിചാരിക്കുന്ന മഹാപാഠശാലയിൽ എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും കൂടി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. അവിടുന്ന് അന്ന് അതിനുവേണ്ടി നിശ്ചയിച്ചത് 5 ലക്ഷം രൂപയാണ്. 1925 5 ലക്ഷം രൂപ ഇന്ന് എത്ര ആയിരം കോടി രൂപയായിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു. അവിടുത്തെ സങ്കല്പത്തിൽ എത്രമാത്രം വൈപുല്യമുണ്ടായിരുന്നു കാര്യങ്ങൾക്ക്. ഇപ്പോഴും ശിവഗിരി അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗുരുദേവന്റെ ലക്ഷ്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ നമ്മൾ ഈ അടുത്ത ദിവസം വലിയ 35 കോടി ഉറുപ്പികയുടെ സ്വത്താണ് ശിവഗിരി മഠത്തെ നമ്മുടെ പെരുമ്പാവൂരിലെ ഏൽപ്പിച്ചത്. ഋഷികുലം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി അതിന് മുമ്പിൽ നിന്ന് നയിച്ച NK ശിവരാജൻ അദ്ദേഹം അന്തരിച്ചു. അതിനുശേഷം അതിൽ കുറച്ച് കടമുണ്ടായിരുന്നു. ആ കടം വീട്ടിക്കൊണ്ട് ശിവഗിരി മഠം കഴിഞ്ഞ 7-ാം തീയതി ഏറ്റെടുത്തു. അവിടെയെല്ലാം ശിവഗിരി മഠം ലക്ഷ്യം വയ്ക്കുന്നത് ഗുരു വിഭാവനം ചെയ്ത ഈ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ് വിനിയോഗിക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് ഒരുപടി വസ്തു ശിവഗിരി മഠത്തെ ഏൽപ്പിച്ചു, കണ്ണൂർ ഒരുപടി വസ്തു ശിവഗിരി മഠത്തെ ഏൽപ്പിച്ചു. പക്ഷേ ഇവിടെ നടക്കുന്ന വേറൊരു കാര്യം കൂടെ നിങ്ങൾ അറിഞ്ഞോളൂ. ഇപ്പോൾ നമ്മുടെ വടക്കേ മലബാറിൽ അതിന്റെ പിന്നിലൊക്കെ ആരാന്ന് ഞാൻ എടുത്ത് പറയുന്നില്ല, അപ്രിയ സത്യങ്ങൾ. വടക്കേ മലബാറിൽ തീയരെന്ന് പറഞ്ഞാൽ ഈഴവരാണ്, ഈഴവർ എന്ന് പറഞ്ഞാൽ തീയരാണ്, വേറൊന്നുമല്ല. പക്ഷെ ഇപ്പൊ അവിടെ ഒരു പ്രചരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഴവർ തീയരും വേറെയാണ്. അത് രാഷ്ട്രീയ പാർട്ടികളാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈഴവരും തീയരും വേറെ സമുദായങ്ങളാണ്. കാരണം ഗുരുദേവൻ പറഞ്ഞത് മദ്യം വിഷമാണെന്നാണ്, മദ്യം കഴിക്കരുതെന്നാണ്. അതുപോലെ തന്നെ മത്സ്യക്കറി ശവക്കറിയാണ് ഗുരുദേവൻ പറഞ്ഞത്. മത്സ്യമാംസാദികളെ ഗുരുദേവൻ പ്രോത്സാഹിപ്പിച്ചില്ല, വിലക്കിയിട്ടൊന്നുമില്ല ഗുരുദേവൻ. അങ്ങനെയാണ് TK മാധവനോട് ഒരു ദിവസം ശിവഗിരിയിൽ നിന്ന് മാധവന് ഇത് മീനില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, മാധവന് ഭക്ഷണത്തിനുള്ള കാശ് എടുത്തു കൊടുക്കുമെന്ന് പറയേണ്ട കാര്യമില്ല. ഗുരുദേവൻ അങ്ങനെ ആരെയും ഒരു കാര്യവും നിർബന്ധപൂർവ്വം നിരസിച്ചിട്ടില്ല. അവനവന്റെ താല്പര്യം, ഗുരു പറയാനുള്ളത് പറഞ്ഞു, അനുസരിക്കുന്നവനനുസരിച്ചു. പക്ഷെ ഇപ്പോൾ ഇവിടത്തെ സ്ഥിതി എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു പശ്ചാത്തലത്തിലൂടെയാണ് കാര്യങ്ങൾ. അപ്പോൾ വടക്കേ മലബാർ പറയുന്നത് എന്താണ്? മുത്തപ്പൻ പറയുന്നത്, വടക്കേ മലബാറിൽ നമ്മുടെ മടപ്പര അറിയാമല്ലോ, മുത്തപ്പൻ മദ്യം കഴിക്കുന്ന ആളാണ്, അല്ല മദ്യം കഴിക്കുന്ന ദേവനാണ്. അതുപോലെ തന്നെ അവിടെ മീനും ഒക്കെ ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ ദൈവം മുത്തപ്പനാണ്. മദ്യം വിഷമാണെന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരു അത് ഈഴവരെയാണ്. മത്സ്യം ഉപേക്ഷിക്കാൻ പറഞ്ഞ ശ്രീനാരായണ ഗുരു ഈഴവരെയാണ്. മദ്യവും മത്സ്യവും ഉപയോഗിക്കുന്ന മുത്തപ്പനാണ് നമ്മുടെ ദൈവം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഴവർ ഒരു കാരണവശാലും തീയർ ഒരു കാരണവശാലും ഗുണം പിടിക്കാൻ പാടില്ല എന്നുള്ള ദുഷ്ടബുദ്ധി എന്നും അവര് ആരോമൽ ചേകവരും അരിങ്ങോടരുമായി പരസ്പരം അംഗം വെട്ടി ചത്ത് ഈ രാജ്യത്തെ വരേണ്യവർഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഈ രാജ്യം അടക്കി വാഴാൻ സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഉപാധി മാത്രമായി, ഉപകരണം മാത്രമായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അവിടെയൊക്കെയാണ് നമ്മൾ മോചിക്കപ്പെടാൻ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം എനിക്കറിയാം, ഇത് എങ്ങും എത്തിയില്ല എന്ന് എനിക്കറിയാം. ഇത്
ഞാൻ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് സംസാരിച്ചത്. ഏതായാലും ഈ സർവമത സമ്മേളനം നമ്മുടെ കുടുംബ യൂണിറ്റുകൾ പോലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതിൽ അഭിജ്ഞരായിട്ടുള്ള ആളുകളെ കൊണ്ടെന്ന് മതത്തെക്കുറിച്ച് കുഞ്ഞിരാമനോട് ഗുരുദേവൻ പറഞ്ഞ എന്താണ് മതം, മതസങ്കല്പം എന്താണ്, ഗുരുദേവന്റെ മതസങ്കല്പം എന്താണ്, അതുപോലെ സർവമത സമ്മേളനത്തിന്റെ സാരം എന്താണ്, അതോടെ തർക്കിക്കാനല്ല, വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനാണെന്ന് കവാടത്തിൽ ഗുരുദേവൻ എഴുതി വെച്ചുകൊണ്ട് നടത്തിയ സർവമത സമ്മേളനം വിഭാവനം ചെയ്ത്, ഞാൻ പറഞ്ഞില്ല വടക്കേ മലബാറിൽ അന്ന് നടന്ന കലാപം അത് ഗുരു കണ്ടു. അതുപോലെ തന്നെ RSS ഉണ്ടാക്കിയ 7-ാം ദിവസമാണ് ഗുരു പറഞ്ഞത് ഹിന്ദു മതം എന്നൊരു മതമില്ലല്ലോ എന്ന്. നാഗപ്പൂരിൽ RSS ഉണ്ടാക്കിയതിന്റെ 7-ാം ദിവസമാണ് ഗുരു പറഞ്ഞത് ഹിന്ദു മതം എന്നൊരു മതമില്ലല്ലോ. ഗുരു എല്ലാം ദൂരക്കാഴ്ചയോടെ നാളെ വരാൻ പോകുന്ന വിപത്തുകളെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ആളുകളെ ഉപദേശം കൊടുത്തു. എല്ലാം പറഞ്ഞു ഗുരു, എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന്. പക്ഷെ ഇപ്പോഴും നമ്മൾ അനാഥരായി, നമ്മൾ ആലംബഹീനരായി, നമ്മൾ ആത്മവിശ്വാസമില്ലാതെ തേരാപേരാ നടക്കുകയാണ്. അപ്പോൾ ഗുരുവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട്, ഗുരുവിന്റെ കർമ്മസഞ്ചയത്തെ അപകീർത്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട്, ഗുരുവിന്റെ കൃതികളെ പഠിച്ചുകൊണ്ടെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ നമുക്ക് പിന്നാലെ വരുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ഒരു രക്ഷയും കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ തലമുറകളെ വഴി തെറ്റിക്കാനും വഴി ചുറ്റിക്കാനും ഇവിടെ കരുതിക്കൂട്ടിയ ആളുകൾ തയ്യാറെടുത്ത് അതിനുവേണ്ടി പണം മുടക്കാനും എന്തും ചെയ്യാൻ യത്നിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മോചിപ്പിച്ചെടുത്തുകൊണ്ട് അവരെ സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളാക്കി വിജയപാതയിലൂടെ സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കണമെങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ അമൃതനിശ്ചന്തിയായ സന്ദേശങ്ങളെ നാം സ്വാംശീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആ ശ്രമത്തിൽ നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യമാണ് ഈ സർവമത സമ്മേളനത്തിന്റെ സാരം, സത്വം ഉൾക്കൊള്ളുക. വൈക്കം സത്യാഗ്രഹത്തിന്റെ, വൈക്കം പോരാട്ടത്തിന്റെ സത്യാഗ്രഹം എന്ന് പറയാൻ പറ്റുമോ? അല്ല, മഹാത്മാഗാന്ധി ഭക്ഷണം കഴിക്കാതിരുന്നത് പോലെയാണോ? 99 വെള്ളപ്പൊക്കത്തിൽ കണ്ണിൽ ചുണ്ണാമ്പെഴുതുമ്പോഴും സഞ്ചാര സ്വാതന്ത്ര്യം മൗലിക അവകാശമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ധീരോത്തമായ പോരാട്ടം നടത്തിയത് കേവലം സത്യാഗ്രഹത്തിന്റെ ലിസ്റ്റിൽപ്പെടുത്താൻ പറ്റുമോ? അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട് 200-ലേറെ ചെറുപ്പക്കാർ അന്ന് ദൃഢചിത്തരായി മുന്നോട്ട് പോയപ്പോൾ അവിടെ വച്ച് വേലുത്തമ്പി ദളവയുടെ കൽപ്പന പ്രകാരം അരിഞ്ഞ് ശിരസ് വീഴ്ത്തി 200-ലേറെ ആളുകളെ അമ്പലത്തിന്റെ തൊട്ട് കിഴക്കോറെ കുളത്തിൽ അത് വെറ്റി അരിഞ്ഞ് വീഴ്ത്തിക്കൊണ്ട് മൂടിക്കളഞ്ഞ് ഇന്നത് ബസ് സ്റ്റാൻഡാണ്, ദളവാക്കുളം ബസ് സ്റ്റാൻഡാണ്. എന്നിട്ട് പറയുന്നത് വെട്ടിക്കൊന്നവന്റെ പ്രതിമ സ്ഥാപിക്കണമെന്നാണ് ഇപ്പൊ അവിടെ പ്രമേയം പാസാക്കിയത്. വെട്ടിക്കൊന്നവന്റെ പ്രതിമ വാദി. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഒരു രസകരമായ സംഭവം ഉണ്ട്. നമ്മുടെ ഈ കലൂർ കടവന്തറ റോഡിന് കോർപ്പറേഷൻ വലിയൊരു കാര്യം ചെയ്തു. കൊച്ചിൻ കോർപ്പറേഷൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുദേവന്റെ പേരിട്ടേക്കാന്ന്. നമുക്കൊന്നും അത്ഭുതം തോന്നിയില്ല. കാരണം ഗുരുദേവന്റെ പേര് അതിനിട്ടതുകൊണ്ട് ഗുരുദേവൻ വലുതാവുമൊന്നുമില്ല. പക്ഷേ ആ റോഡിന് ഒരു മഹനീയത വരും. കോർപ്പറേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ഒരു അന്തസ്സുണ്ട്. അപ്പോഴാണ് കലൂർ പള്ളി ഇടവകയിൽ ഒരുത്തം കൊണ്ട് ഒരു കേസ് കൊടുത്ത് സ്റ്റേ ചെയ്തെന്ന് പറഞ്ഞാൽ ഗുരുദേവന്റെ പേരിടാൻ പാടില്ല എന്നാ. നാം അറിയേണ്ട ഒരു കാര്യം, എറണാകുളം കൊച്ചിൻ കോർപ്പറേഷനില് ഏതാണ്ട് 10-60% റോഡിന്റെ പേര് ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട പേര്. അതൊരു തെറ്റാന്ന് അല്ല ഞാൻ പറയുന്നത്. ചർച്ച് ലാൻഡിംഗ് റോഡ്, സെന്റ് ബെനഡിക്റ്റ് റോഡ്, സെന്റ് ഫ്രാൻസിസ് റോഡ്, അങ്ങനെ റോഡ് നമുക്ക് ഒരു പരാതിയില്ല, ഒരു വിഷമവും നമുക്ക് തോന്നില്ല. അലക്സാണ്ടർ പറമ്പിത്തല പാലം, ദേവരാന്നുള്ള പാലം, നമ്മളൊരു പരാതിയും പറഞ്ഞില്ല. എൽ ജേക്കബ് പാലം നമുക്കറിയാം, അവിടുന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കാശെടുത്ത് പണിതല്ല, നമുക്കൊരു പരാതിയില്ല. പക്ഷേ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിട്ടപ്പോ ആർക്കുമൊക്കെ വല്ലാത്ത അസ്വസ്ഥത വന്ന്, അസുഖം വന്ന്, അവസാനം വള്ളത്തിൽ ഭാരം കൂടുമ്പോൾ അമ്മയെ വെള്ളത്തിൽ കളയുന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ കോർപ്പറേഷൻ അതിൽ നിന്ന് പിന്മാറിയ സ്ഥിതിയാണുള്ളത്. നമ്മളിപ്പോ വിവരാവകാശ നിയമപ്രകാരം എഴുതി കൊടുത്തപ്പോൾ പറഞ്ഞ് മറ്റേ കോടതിയിൽ കേസ് നിലനിൽക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പോ കലൂർ ഇടവക പള്ളിയിലെ ഒരു ക്രിസ്തീയ സഹോദരൻ കൊടുത്ത കേസിനെ തുടർന്ന് ഗുരുദേവന്റെ പേര് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. ഇടാൻ പറഞ്ഞത് ആരാ? നമ്മളാരും പറഞ്ഞിട്ടല്ല. കോർപ്പറേഷൻ ഇടാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിശ്ചയദാർഢ്യത്തോടുകൂടെ നടപ്പാക്കാനുള്ള ബാധ്യത കോർപ്പറേഷനുണ്ട്. അത് കോർപ്പറേഷൻ ചെയ്തേ മതിയാകൂ. ഇതിലൊക്കെ ശടിക്കേണ്ടവർ നമ്മളല്ലാതെ ഈ കാര്യത്തിലൊക്കെ ഔദാസീനത അടിച്ചാൽ വലിയ അപകടമുണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുന്നു. ആദ്യം പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടെ പറയുന്നു.
ഈ ഈ സമ്മേളനത്തിലേക്ക് എന്നും എന്നോട് എൻ്റെ മഹത്വം അറിഞ്ഞൊന്നുമല്ല, ഇത്രയും കാലം നടന്ന ഒരു പോഴൻ എന്നുള്ള നിലയിൽ 52 കൊല്ലം ഇതിൻ്റെ പുറകെ ഈ നടന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നെ എല്ലാ സമ്മേളനങ്ങളിലും വിളിക്കാറുണ്ട്. അത് എന്നോട് കാണിച്ച സ്നേഹവായ്പും ദയയും ആണ് എന്നെനിക്ക് നന്നായി അറിയാം. അതിന് ഇവിടെ എന്നെ ആ സൗമനസ്യം കാണിച്ചിട്ടുള്ളവരോടുള്ള എനിക്കുള്ള കടപ്പാടും സ്നേഹവും എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ മനസ്സിൽ സൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹാശിസുകൾ എന്നും നമുക്ക് വർഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ശ്രീനാരായണ ധർമ്മം ഉപയോഗിക്കാം. രാജേട്ടൻ നല്ലൊരു പ്രഭാഷകനാണെന്ന് എല്ലാവർക്കും അറിയാം, നമുക്കറിയാം. അദ്ദേഹം യൂണിയൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് ഒരുപാട് പ്രഭാഷണങ്ങളും ദർശനോത്സവമൊക്കെ ആദ്യം സംഘടിപ്പിച്ചത് രാജേന്ദ്രൻ. അങ്ങനെ ശക്തമായ സദാശക്തിയുള്ള രാജേന്ദ്രനെ രാജേന്ദ്രനെ വിളിക്കുമ്പോൾ SNDPക്കാരൊക്കെ കുറച്ച് എതിർപ്പുണ്ടെങ്കിൽ തന്നെയും നമ്മളത് കൂട്ടാക്കാറില്ല. നമുക്ക് വേണ്ടപ്പോൾ മുൻ സെക്രട്ടറി എന്ന നിലക്ക് നമ്മൾ അദ്ദേഹത്തെ വിളിക്കുന്നു. പിന്നെ സേവാസംഘത്തിൻ്റെ സെക്രട്ടറി എന്ന നിലക്ക് അദ്ദേഹത്തെ നമ്മളെ എപ്പോഴും കോർത്തു പിടിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് ശ്രീ രാജേന്ദ്രൻ. കാരണം ഒരുപാട് സാമ്പത്തിക സേവാസംഘം എന്ന് പറഞ്ഞ ചാരിറ്റി സൊസൈറ്റിയാണ്. അതിനൊരുപാട് വരുമാനമുള്ള സ്ഥാപനമാണ്. അതിന് എന്തെങ്കിലുമൊക്കെ സാമ്പത്തിക നമ്മുടെ അംഗങ്ങൾക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ അതുകൊണ്ടല്ല, അത് അധികം അവർ തരുന്നുണ്ട്. നമ്മൾ അറിഞ്ഞ് തന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ അപേക്ഷ കൊടുത്താൽ അവരങ്ങനെ സാമ്പത്തികം എല്ലാം തരുന്നുണ്ട്. അങ്ങനെയല്ല, അവരെയൊക്കെ എപ്പോഴും വിളിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ടാണ് രാജേന്ദ്രനെ എല്ലാവർക്കും വിടാതെ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ നമ്മൾ പാവപ്പെട്ടവർക്ക് നമുക്കത് പറ്റില്ല. പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ഗുണം അവിടെ ചാരിറ്റി സൊസൈറ്റിയാണ്. ഈ യൂണിയനിലെ എല്ലാ മുഴുവൻ ആളുകൾക്കും മുളന്തിരിച്ച് ഇവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ അവിടെ സാമ്പത്തികം കൊടുക്കുന്നുണ്ട്. ആ കൂടുതൽ നമ്മുടെ 3-4 സഹോദരിമാർക്കും കിട്ടിയതെങ്കിൽ അത് ഗുണപ്രദമാണ്, കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് വലിയ ഉപകാരപ്രദമായിരുന്നു. അതുകൊണ്ട് ഇനിയും മേലാലും സേവാസംഘത്തിൻ്റെയൊക്കെ സഹകരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കണം. ഇത്രയും വന്ന് ഇവിടെ വന്ന് ബുദ്ധിമുട്ടി ഇത്രയും ഒരു ക്ലാസ് എടുത്ത, കാരണം എല്ലാ വിഷയത്തിനെ പറ്റിയും അദ്ദേഹത്തിന് ധാരണയുണ്ട്. തികഞ്ഞ ശ്രീനാരായണ ഭക്തനാണ്. അദ്ദേഹവും മത്സ്യമോ അല്ലെങ്കിൽ മാംസമോ ഒന്നും ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ്. ഞാൻ പറയും, ഞങ്ങളുടെ പ്രസിഡന്റ് ഉണ്ട് രമേന്ദ്രൻ ബക്കിൽ, അദ്ദേഹമൊക്കെ അങ്ങനെയൊന്നുമല്ല. അവൻ ഈ കഴിഞ്ഞ ഗുരുഭക്തൻ ഗുരു എന്ത് പറഞ്ഞു, മാംസമത്സ്യങ്ങളൊന്നും ഉപയോഗിക്കില്ല, ലിക്കർ ഉപയോഗിക്കില്ല, അങ്ങനെ ദൃഢ നിശ്ചയമുള്ള ഒരു വ്യക്തിയാണ്. ഏതായാലും അദ്ദേഹം ഇവിടെ വന്ന് ഈ ക്ലാസ് എടുത്തതിന് SNDP യോഗത്തിൻ്റെ വലിയ SNBC യോഗത്തിന് നന്ദി അറിയിച്ചോളൂ. ഞാൻ ഒരു കാര്യം സ്വതന്ത്രം പറഞ്ഞുകൊണ്ട്, ഇപ്പം നമ്മൾ വിദ്യാഭ്യാസത്തിന് സഹായം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് 26-ാം തീയതി. ഞാൻ ഇത്തവണ പത്രത്തിൽ നമ്മൾ എല്ലാ പത്രത്തിലും കൊടുത്തിരുന്നു, വിദ്യാഭ്യാസ സഹായം ആവശ്യമുള്ളവർ അപേക്ഷിക്കണം. നമ്മുടെ ആവശ്യത്തിൽ ഭയങ്കര തിരക്കാണ്. അതിൽ വളരെ എനിക്ക് സന്തോഷം തോന്നിയ സംഗതി, ആലപ്പുഴയിൽ നിന്നും കോതമംഗലത്തു നിന്നൊക്കെ വന്ന് ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ട് ധാരാളം, മുസ്ലിങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇത്തവണ ആരും മാറ്റിയിട്ടുണ്ട്. അതിൽ കുറവ് നമ്മുടെ ഈ പറയുന്ന ആളുടെ. കാരണം എന്താ വെച്ചാൽ എനിക്കിവിടെ പത്രം വായിക്കാഞ്ഞിട്ടാണോ അതോ താല്പര്യമില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതൊരു ഗതികേടാണത്, വലിയ ഗതികേടാണ്. അപ്പോൾ 26-ാം തീയതിയാണ്. നാളെ ഇപ്പോൾ കരിയർ ഗൈഡൻസ് ക്ലാസ് നടക്കുകയാണ്, അവിടെ വെച്ച് കൊടുക്കണമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആ പരിപാടിക്കൊരു അത് സീരിയസ് ആയി നടത്തുന്നതുകൊണ്ട് അത് വേണ്ട, ഇത് മാറ്റിവെക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഈ ഇവിടെ പരിപാടി നടക്കുന്നതുകൊണ്ട് മാറ്റണമെന്ന് ആഗ്രഹിച്ചെങ്കിലും നമുക്ക് പറ്റാത്ത സ്ഥിതി വന്നു. കാരണം അങ്ങനത്തെ സൗകര്യം നാളെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ വളരെ ആവശ്യമുള്ള ആളിന് ഇത് കുട്ടികൾ താല്പര്യമുള്ളവർ അപേക്ഷ തരിക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് ധനസഹായം കൊടുത്തിട്ടിരിക്കുമ്പോൾ ഒരമ്മ വന്നിരിക്കുക, അവർ ചോദിച്ച് കൊച്ചൻ്റെ ചെണ്ടകൊട്ട് പഠിക്കാൻ പോയി. ചെണ്ടകൊട്ട് പഠിക്കാൻ ഒരു ദിവസം അതങ്ങ് മാറ്റി വെച്ചാൽ അപകടമാണ്. അപ്പോൾ ഈ സേവാസംഘം സുഖനേരം പറഞ്ഞത് ശരിയാണ്, ഉണ്ടാവാനും കാശ് കൊടുക്കുന്നുണ്ട്. പാറപ്പുറത്ത് വിത്തെറിയണതിലും കുടം കമഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെ നമുക്ക് ഇതെന്താ വെച്ചാൽ സ്ഥായിയായ എന്തെങ്കിലും നേടണ്ടേ നമ്മുടെ കുട്ടികൾ. അപ്പോൾ അതുകൊണ്ട് ഈ കരിയർ ഗൈഡൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ടാലൻ്റുള്ള കുട്ടികളെ കണ്ടെത്തിയിട്ട് അവർക്ക് അഭിരുചിക്ക് അനുസരിച്ചുള്ള അവസരം അവർ കണ്ടെത്തുമ്പോൾ അവരെ വേണ്ടി വന്നാൽ ഏറ്റെടുത്ത് പഠിപ്പിക്കാം എന്ന് സേവാസംഘം ആഗ്രഹിക്കുക. അല്ലാതെ നമ്മൾ ചിരിച്ച കാശ് കൊടുത്തു അത് മേടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല.
ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞതാണ്. ഇവിടെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഗുരുദൈവകൃപയാൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന സ്ഥലമാണല്ലോ പൂണേക്കര സഭയിൽ.